ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഫെസ്റ്റിവലാണ്. അബുദാബിയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവൽ, ഷെയ്ഖ് സയദ് ഫെസ്റ്റിവൽ. അതിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷെയ്ഖ് സയദ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ വദ്ബ ഫെസ്റ്റിവൽ, ഇതാണ് അവിടേക്കുള്ള മെയിൻ എൻട്രൻസ് കവാടം. ദുബായിലെ ഗ്ലോബൽ വില്ലേജിനെ പറ്റി കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല. അതേപോലെ അബുദാബിയിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് വദ്ബ അല്ലെങ്കിൽ ഷെയ്ഖ് സയദ് ഫെസ്റ്റിവൽ. ഒരു ഫെസ്റ്റിവലിൻ്റെ മൂഡ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പല വീഡിയോസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു ഫെസ്റ്റിവൽ ഫീലോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കാണാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായി കാണുക. ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് അബുദാബിയിലെ വദ്ബ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഇതിനെ വദ്ബ ഫെസ്റ്റിവൽ എന്നുകൂടെ പറയപ്പെടുന്നത്. അബുദാബി ടൗണിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്ററോളം ദൂരമുണ്ട് വദ്ബയിലേക്ക്. ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി അബുദാബി ഗവൺമെൻറ് ഫ്രീ ആയി ബസ് സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അബുദാബി മെയിൻ ബസ് സ്റ്റേഷനിൽ നിന്നും 408 നമ്പർ ബസ്സാണ് ഇവിടേക്ക് വരുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്ക് ശേഷം അബുദാബി മെയിൻ ബസ് സ്റ്റേഷനിൽ നിന്നുമാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. UAE സമ്പന്നമായ പൈതൃകം ആഘോഷിക്കുന്ന ഈ ഉത്സവം ജീവിത ആചാരങ്ങളും പരമ്പരാഗത രീതികളും പ്രദർശിപ്പിക്കുന്നു. ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ 10 ദിർഹമാണ്. ആ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഇവിടെ വന്നും എടുക്കാവുന്നതാണ്. വീക്ക് ഡേയ്സിൽ 4 മണി മുതൽ 12 മണി വരെയും വീക്കെൻഡിൽ 4 മണി മുതൽ 1 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ചില ദിവസങ്ങളിൽ ഇവിടെ ക്യാമൽ റേസിംഗ് നടത്താറുണ്ട്. അതിനുവേണ്ടി ഒട്ടകങ്ങളെ അണിനിരത്തുകയാണ് ഇവർ. ഏകദേശം 27ഓളം രാജ്യങ്ങൾ ഈ ഷെയ്ഖ് സയദ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ പവലിയൻ നമുക്കിവിടെ കാണാൻ പറ്റും. ആദ്യമായി ഞാൻ കയറിയത് ഗൾഫ് കൺട്രീസ് എന്ന ഒരു പവലിയനിലേക്കാണ്. ഓരോ പവലിയനുകളും ഒരു പ്രത്യേക രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. ആ രാജ്യത്തിൻ്റെ തനത് സംസ്കാരം, പാരമ്പര്യങ്ങൾ, ഭക്ഷണം, കല, കരകൗശല വസ്തുക്കൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ പൈതൃകത്തിലേക്കും ജീവിതശൈലിയിലേക്കും ഈ പവലിയനുകൾ ഒരു സവിശേഷ കാഴ്ച നൽകുന്നു. മിഡിൽ ഈസ്റ്റ് എന്ന രാജ്യത്തിലെ മൊത്തമായിട്ടാണ് ഈ പവലിയനുകൾ റെപ്രസെൻ്റ് ചെയ്തത്. ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ജ്വല്ലേഴ്സ്, അതുപോലെ വസ്ത്രങ്ങൾ, സുഗന്ധ ലേപനങ്ങൾ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഈ രാജ്യങ്ങളിലെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്ന തനതായ സ്പൈസസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇദ്ദേഹം ഒരു സിറിയക്കാരനാണ്. ഫാമിലി ട്രീ ആണ് ഇദ്ദേഹം ഇവിടെ വിൽക്കുന്നത്. ഫാമിലി ഫോട്ടോയ്ക്ക് പകരമായി ഫാമിലിയിലെ ആളുകളുടെ പേരുകൾ എഴുതി വച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണിത്. മരത്തിലാണ് ഇത് ചെയ്യുന്നത്, അതും ഇൻസ്റ്റൻ്റായി. ഏകദേശം 40 മുതൽ 50 ദിർഹം വരെയാണ് ഇതിൽ അവർ ഈടാക്കുന്നത്.
വഴിയിലെ ആ മ്യൂസിക്കൽ പെർഫോമൻസ് കഴിഞ്ഞ് നേരെ വന്നത് ഇന്ത്യൻ ഭവനിലേക്കാണ്. ഇവിടെ ഞാൻ കൂടുതലായി കണ്ടത് ഇന്ത്യൻ വസ്ത്രങ്ങളും അതുപോലെയുള്ള ആയുർവേദിക് പ്രൊഡക്റ്റുകളുമാണ്. വസ്ത്രങ്ങൾ പലതും കാശ്മീരി പ്രൊഡക്റ്റുകളാണ്. ലേഡീസ് ഡ്രസ്സുകളാണ് കൂടുതലായി കാണാൻ പറ്റുന്നത്. പർദ്ദകൾ, ചുരിദാറുകൾ എന്നിവയാണ് കൂടുതലായി കാണുന്നത്. അത് കഴിഞ്ഞ് നേരെ പോയത് ടർക്കി ഭവനിലേക്കാണ്. അതിലെ ഉൾക്കാഴ്ചകളൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് പവലിലും കൂടി സന്ദർശിച്ച ശേഷം നേരെ ചെന്നത് ഫുഡ് ആൻഡ് ഗെയിംസ് സെക്ഷനിലേക്കാണ്. പ്രത്യേകിച്ച് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന എല്ലാവിധ ഗെയിംസും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തുടക്കം തന്നെ ഒരു ഡൈനോസർ പാർക്കാണ്. ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന കാറുകളാണിത്. പലതരം LED ലൈറ്റുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് പോയൊരു പ്രതിനിധി. നാട്ടിലെ ഉത്സവ ചന്തകളിലൊക്കെ ഇപ്പോൾ ഇത് സർവ്വസാധാരണമാണല്ലോ. റൈഡുകളിൽ കയറുവാൻ എൻട്രി ചാർജ് വേറെ തന്നെയാണ്. 50 ദിർഹത്തോളമാണ് എൻട്രി ചാർജ്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇതൊക്കെ ഒരുപാട് സെക്യൂറാണ്. സെക്യൂരിറ്റി ചെക്കപ്പിന് പ്രത്യേക ടീംസ് തന്നെയുണ്ട് ഇവിടെ. LED ലൈറ്റുകൾ കൊണ്ട് മനോഹരമാക്കിയൊരു ജാൻ വീൽ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ചന്തകളിലൊക്കെ കാണുന്ന ഒരു പ്രത്യേക കലാപരിപാടിയാണിത്. ആ ഒരു അറബി എല്ലാ ബലൂണും പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. കുട്ടികളുടെ ഫോർമുല 1 ആണിത്. ഫുൾ സെക്യൂരിറ്റി എക്യുപ്മെൻറ്റോട് കൂടിയാണ് അവർ ഇതൊക്കെ ഓടിക്കുന്നത്. പേരറിയാൻ പാടില്ലാത്ത വേറെയും ഒരുപാട് റൈഡുകൾ ഞാൻ അവിടെ കണ്ടു. റൈഡുകളൊക്കെ കണ്ട് ഞാൻ നേരെ പോയത് ഫുഡ് സെക്ഷനിലേക്കാണ്. വെള്ളത്തിന് മുകളിൽ വെച്ച് നടത്തുന്ന ഈ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റുകൾ വളരെ ആകർഷണീയമായി തോന്നി. ആ വാട്ടർ ഫൗണ്ടൈൻ ഡാൻസ് കണ്ട് നേരെ പോയത് UAE തനത് സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ചില കാഴ്ചകളിലേക്കാണ്. ഇവിടെ എല്ലായിടത്തും ഒരു അത്തറിൻ്റെയും ഊതിൻ്റെയും മണം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ദൂരെ നിന്ന് എവിടെയോ ഇന്ത്യൻ ഫോക്ക് സോങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാട്ട് ഇവിടെയൊക്കെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതെന്നെ എത്തിച്ചത് ഇവിടേക്കായിരുന്നു.
UAEയുടെ തന്നെ ഒരു ഫോക്ക് സോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് രാജ്യത്തിൻ്റെ പവലിനുകൾ ഇനിയും കണ്ടു തീർക്കാനുണ്ട്. അതത് രാജ്യങ്ങളിലെ സംസ്കാരവും ജീവിത ശൈലികളും രുചികളും വസ്ത്രധാരണങ്ങളും എല്ലാം ഓരോ പവലിൻ സന്ദർശിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുതന്നെയാണ് UAE ഇവിടെ നടപ്പിലാക്കുന്നത്. എത്ര രാജ്യത്ത് നിന്നുള്ളവരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവരുടെയൊക്കെ സംസ്കാരം, രുചികൾ, വസ്ത്രധാരണം എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അവരെയൊക്കെ UAE സ്വാഗതം ചെയ്യുന്നു, ജീവിത സുരക്ഷിതത്വം നൽകുന്നു. ഏകദേശം 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ഷെയ്ഖ് സയദ് ഫെസ്റ്റിവൽ. നവംബർ മുതൽ ഫെബ്രുവരി 28 വരെയാണ് ഈ ഉത്സവം നടക്കുന്നത്. ഏകദേശം 6000 കൾച്ചറൽ ഇവൻറ്റും 1000-ഓളം സ്റ്റേജ് പെർഫോമൻസുമാണ് ഈ കാലയളവിൽ നടക്കുന്നത്. UAEയുടെ പൂർവികർ മത്സ്യത്തൊഴിലാളികളാണ്. 1970കളിൽ എണ്ണയുടെ കണ്ടുപിടുത്തം വരെ അവരുടെ ജീവിതവും ഉപജീവന മാർഗവും ഇതൊക്കെയായിരുന്നു. ഒരാൾ മനോഹരമായി ഇവിടെ കൊട്ടകൾ മേയുന്നത് കാണാൻ പറ്റും. ഈ ഒരു സംസ്കാരവും ജോലിയും ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നതിൽ അവർക്കൊരു മടിയുമില്ല. അതുതന്നെയാണ് അവരുടെ വിജയവും. അബുദാബിയുടെ കൾച്ചറൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന ചില കൾച്ചറൽ പരിപാടികൾ കാണാനാണ് ഞാൻ പിന്നീട് പോയത്. കണ്ടതാണ് UAEയുടെ ട്രഡീഷണൽ ഡാൻസ്, അൽ അയാല ഡാൻസ്. വളരെ ഗ്രേസ്ഫുള്ളായി തോന്നി. പിന്നീട് കാണാൻ വന്നത് ഒരു മ്യൂസിക്കൽ പരിപാടിയാണ്. അത് ലൈവായി ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇനിയും ഒരുപാട് കാഴ്ചകൾ ബാക്കിയാണ്. പക്ഷേ എന്നാലും ഓരോ രാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും എല്ലാം അടുത്തറിയുവാൻ സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് UAEയുടെ. അതുതന്നെയാണ് ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ പ്രസക്തിയും. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.